നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളാണ്. കേവല ഭൂരിപക്ഷം അവർക്കുണ്ട് എന്നത് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ആശ്വസിക്കാൻ ഏക വഴി. പക്ഷേ ഇപ്പോഴുള്ള സീറ്റുകളിൽ പലവരുടെയും കുറവുകൾ വ്യക്തമാകും. അതായത് പല MLA മാരും തൽസ്ഥാനം രാജിവെക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. യോഗിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. യോഗിയാണ് നിലവിൽ നിയമസഭയിൽ പാർട്ടിയുടെ അധ്യക്ഷനും മുഖ്യമന്ത്രിയും എല്ലാം. ഉന്നത അധികാരമുള്ള അദ്ദേഹം എല്ലാ രീതിയിലും ഉദ്യോഗ വൃന്ദങ്ങളെ കയറൂരി വിട്ടിരിക്കുകയാണ് എന്ന് കേശവ് പ്രസാദ് മൗര്യ അടക്കമുള്ള BJPയുടെ പ്രമുഖരായ നേതാക്കൾ പറയുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ നിൽക്കുന്ന കേന്ദ്രം. ഇത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം ഉത്തർപ്രദേശ് എന്നത് BJPയുടെ തട്ടകമല്ല, അത് സമാജ്വാദി തട്ടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആയതല്ലത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അത് കണ്ടതാണ്. അന്ന് BSP അകമഴിഞ്ഞ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ലായിരുന്നു. BSP ഇത്തവണയും വോട്ട് മൊത്തത്തിൽ മറിച്ചു. കോൺഗ്രസ് മത്സരിച്ച 80-ലെ 17 സീറ്റുകളിൽ നിന്നും മൊത്തമായി സ്വാംശീകരിച്ചത് ആ സംസ്ഥാനത്ത് ലഭിച്ച 9.5% വോട്ടാണെങ്കിൽ BSP എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് കിട്ടിയത് 9% വോട്ട്. അതായത് കോൺഗ്രസ്സിന് കിട്ടിയ വോട്ട് പോലും മുഴുവൻ സീറ്റിലും മത്സരിച്ച BSPക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ശരാശരി 15%-ന് മുകളിൽ എങ്ങനെ പോയാലും BSPക്ക് വോട്ട് ഷെയർ ഉള്ള ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 MPമാരുണ്ടായിരുന്ന BSPക്ക് ഇത്തവണ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമാജ്വാദി പാർട്ടി 37 സീറ്റുകൾ വിജയിച്ചു. അതുമാത്രമല്ല, കോൺഗ്രസ് കൃത്യമായും അവിടെ 6 സീറ്റുകൾ വിജയിച്ച് കരുത്ത് കാട്ടി. അതുപോലെ തന്നെ BJPയുടെ നടുവൊടിക്കുന്ന എല്ലാ രീതിയിലുള്ള ആക്ഷൻ പ്ലാനുകളും അവർ നടപ്പിലാക്കി. ഇപ്പോൾ യോഗി സർക്കാരിൽ നിന്ന് മന്ത്രി വരെ രാജിവെച്ച് ഇനി കൂട്ടരാജിയിലേക്ക് നീങ്ങും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. യോഗി മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് യോഗിയെ വിശ്വാസമില്ല. യോഗിയുടെ വർഗീയ രാഷ്ട്രീയം അത് ഇനി വില പോകില്ല എന്ന് മനസ്സിലാക്കി തന്നെ ആ രീതിയിലുള്ള രാഷ്ട്രീയം കളിക്കാൻ ഒരിക്കലും അദ്ദേഹത്തിനെ അനുവദിക്കരുത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം തന്നെ തെറ്റാണ്. യഥാർത്ഥത്തിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ശൈലിയാണ് അവരുടെ തോൽവിക്ക് കാരണം. ഉദ്യോഗ വൃന്ദങ്ങളുടെ കുത്തഴിഞ്ഞ രീതിയൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. പക്ഷേ അതെല്ലാം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണ്. തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, യോഗി കയറൂരി വിട്ടതുകൊണ്ട് തങ്ങൾ തോറ്റു തെരഞ്ഞെടുപ്പിൽ. വാസ്തവത്തിൽ അതല്ല. അയോധ്യയിൽ ശ്രീരാമൻ്റെ പേര് പറഞ്ഞു വോട്ട് പിടിക്കാൻ ശ്രമിച്ചവർക്ക് അയോധ്യയിൽ നിന്ന് തന്നെ പണി കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും BJPക്ക് ഇല്ല എങ്കിൽ സ്വാഭാവികമായും ഇനിയും തുടർപരാജയങ്ങൾ ഉണ്ടാകും. ഇപ്പോഴിതാ ദേശീയ തലത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഓരോന്നായി വരുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികൾ വ്യക്തമായി മനസ്സിലാക്കി അതിനെതിരെ ശക്തമായ നീക്കം നടത്താൻ BJPയിൽ ഒരു രീതിയിലും പുറപ്പാടില്ല. കേന്ദ്രത്തിൽ മോദിയെങ്കിൽ ഉത്തർപ്രദേശിൽ യോഗി തന്നെ എന്ന രീതിയിലേക്ക് ഇനി മോദിയുടെ പിൻഗാമി യോഗി എന്ന പ്രഖ്യാപനം വരെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യോഗി ഉടൻ തന്നെ രാജിവെക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട് എന്ന് ഇലക്ഷൻ പ്രചരണ വേളയിൽ കെജ്രിവാൾ പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ്. അത് യോഗിയുടെ മാത്രം രാജിയല്ല. നിരവധി സംസ്ഥാനങ്ങളിൽ BJPയുടെ മുഖ്യമന്ത്രിമാർ രാജിവെക്കേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. കോൺഗ്രസ് അല്ല അതിന് പ്രധാന കാരണം, ജനങ്ങൾ കൊടുത്ത പണിയാണ്.